വെൽക്കം ടു ബ്രേക്ക് ആൻഡ് ബ്ലഡ്. അടുത്ത വീഡിയോ സ്ക്രോൾ ചെയ്യാനുള്ള തിരക്കിലല്ലേ? എന്നും കാണുന്നവരും വർഷങ്ങളായിട്ട് അറിയാവുന്നവരും പറയുന്ന പോലും കേൾക്കാൻ നമ്മൾ സമയം ചെലവഴിക്കുന്നില്ല. പിന്നല്ലേ എനിക്ക് വേണ്ടി ഒരു കാലത്ത് ഒരുമിച്ച് ചാകാൻ വരെ നടന്നിരുന്ന കൂട്ടുകാർ നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നില്ലേ? ചിലരുമായിട്ടുള്ള ആശയവിനിമയം വാട്സാപ്പ് വഴിയുള്ള ഗുഡ് മോർണിംഗിലും ഗുഡ് നൈറ്റിലും ഒക്കെ അങ്ങ് ഒതുങ്ങിപ്പോയി. ഇപ്പം വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഏരിയകളില്ലേ? പലരുമായിട്ട് നമ്മൾ ആ ഒരു കോണ്ടാക്ട് പോലും ഇല്ല. നമ്മുടെ കൂട്ടുകാരെത്ര പേരുണ്ട് വാട്സാപ്പ് പോലും ഇല്ലാത്തവർ? നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആണെന്ന് വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞത് ചിലരെ പറ്റി മാത്രം കേട്ടോ. ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സുഹൃത്ത് നമുക്കുണ്ടായിരുന്നെന്ന് പോലും നമ്മളൊക്കെ ഓർക്കുന്നത്, തിരക്കുന്നതും ഒക്കെ ആ ആളെ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കേണ്ട ആവശ്യം വരുമ്പോഴായിരിക്കും. നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വരാത്തിടത്തോളം കാലം നമ്മൾ അവരെ ഓർക്കത്ത് പോലും ഇല്ല. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകം അങ്ങനെ. നമുക്കൊരു ഉപകാരം ഇല്ലാത്തവനെ ഒന്ന് ഓർക്കുകയോ അവൻ്റെ സാഹചര്യം എന്താണെന്നോ അത് ജീവനോടുണ്ടോ എന്നോ അന്വേഷിക്കുക നമ്മൾ ചെയ്യുമോ? ചെയ്യത്തില്ല. കാരണം നമ്മളെല്ലാം ഓട്ടത്തിലാണ്. മറ്റുള്ളവനെ കേൾക്കാനായിട്ട് സമയം കൊടുക്കാത്ത നിങ്ങളുടെ ഉള്ളിൽ കാണത്തില്ലേ സുഹൃത്തെ ഇങ്ങനെ ഒരു വിഷമം? മുൻപ് ആത്മബന്ധം ഉണ്ടായിരുന്ന ആരെയെങ്കിലും ഒരു വിളി അല്ലെങ്കിൽ ഒരു ഹായ് മെസ്സേജ് വരാത്തത് നിങ്ങൾക്കും കാണത്തില്ലേ ഒരു വിഷമം? ഞാൻ പറഞ്ഞു വരുന്ന ഇന്നത്തെ കാലത്തെ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളെ പറ്റിയും ഹൃദയസ്തംഭനം മൂലമുള്ള മരണങ്ങളെക്കുറിച്ചുമാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും കാണുന്ന ഒരാളുടെ മരണത്തിന് ശേഷമായിട്ടായിരിക്കും നമ്മൾ അറിയുന്നത് ആ ആൾക്കുണ്ടായിരുന്ന മാനസിക സമ്മർദ്ദങ്ങളെ പറ്റിയും അയാൾക്കുണ്ടായിരുന്ന ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയും കടങ്ങളെ പറ്റിയും ഒക്കെ. പിന്നെ നമുക്ക് ഖേദം വരും. നമ്മൾ പറയാം അവനൊന്നും നമ്മളോട് പറഞ്ഞില്ലല്ലോ. മരിച്ചു കഴിഞ്ഞ് നമ്മളിതൊക്കെ പറയുന്നതെന്ന് ഓർത്താൽ കേട്ടോ. പക്ഷെ നമ്മൾ ഒരു തവണയിലും അവൻ പറയുന്നത് കേൾക്കാനായിട്ട് നമ്മൾ സമയം കൊടുത്തിട്ടുണ്ടോ? കൊടുക്കത്തില്ല. പിന്നീട് ഖേദിച്ചാൽ മരിച്ചു പോയ ആൾ തിരിച്ചു വരുമോ? അതുമില്ല. മറ്റുള്ളവരെ പണം കൊണ്ടും ഇന്നത്തെ നില കൊണ്ടും മാത്രമാണ് അകറ്റി നിർത്താതെ അവർ സുഖമായിരിക്കുന്നോ അല്ലെങ്കിൽ അവർക്ക് എല്ലാം ഓക്കെ ആണോ എന്നൊരു ചോദ്യം. അത് ചിലപ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് ഒരു തുറന്ന സംഭാഷണത്തിനും ഇത്ര നാൾ കൊണ്ടു നടന്ന ഒരു സമ്മർദ്ദം കുറയ്ക്കാനായിട്ടുള്ള ഒരു ഉപാധിയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് സമയം നൽകുക, കേൾക്കുക, പറയുക, സമ്മർദ്ദം കുറയ്ക്കുക. അത് നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും സമ്മർദ്ദം കുറയ്ക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇത് സുഹൃത്തുക്കൾക്ക് മാത്രമല്ല കേട്ടോ, കുടുംബ ബന്ധങ്ങൾക്കും ബാധകമാണ്. ഇപ്പം ശരി ആശാനെ, ബൈ.